Here we are discussing the power factor of LR series AC circuit, which is given by cos phi is equal to R by root of R square plus L square omega square. R is the resistance and L is the inductance, omega angular velocity. Power factor is the measure of energy to be spent in a AC circuit. അതായത് ഈ പവർ ഫാക്ടർ ഒരു എ സി സർക്യൂട്ടിൽ എത്രമാത്രം എനർജി സ്പെൻഡ് ചെയ്തു എന്ന് കാണിക്കുന്നതിന് ഒരു മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അത് എ സി സർക്യൂട്ടിൻ്റെ ഇപ്പോൾ LR സീരീസ് ആണല്ലോ, അതിൻ്റെ വേരിയസ് കമ്പോണൻ്റ് റെസിസ്റ്ററിൽ ഇൻഡക്ടറിലൊക്കെ എത്ര എമൗണ്ട് എനർജി സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു എ സി സർക്യൂട്ടിൽ മാക്സിമം എനർജി സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മിനിമം എനർജി സ്പെൻഡ് ചെയ്യുന്നത് എന്നതിനുള്ള ഒരു മെഷറാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? കോസ് ഫൈ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എനർജി സ്പെൻഡ്. നമ്മൾ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. എനർജി ഈസ് മാക്സിമം ആൻഡ് വെൻ ദ എനർജി ഈസ് മിനിമം. The energy is minimum when cos phi is equal to 0, which implies R is equal to 0. That is, the minimum energy is spent or almost no energy is to be spent in a pure inductive circuit. അവിടെ റെസിസ്റ്റർ ഉണ്ടാവില്ല. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണ് മിനിമം എനർജി സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനർജി ഇസ് മാക്സിമം വെൻ കോസ് പൈ ഇസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് L omega is equal to 0. That means maximum energy is to be spent in a pure resistive circuit. നമ്മുടെ ഇൻഡക്റ്റൻസ് 0 ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി സ്പെൻഡ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് വെക്റ്റർ ഡയഗ്രാം ഓഫ് LR സീരീസ് എ സി സർക്യൂട്ട്. ഇതിൽ നമ്മൾ വെക്റ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു സെർട്ടൻ ക്വാണ്ടിറ്റീസ്, അതായത് വെക്റ്റർ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ്. ഇതിൽ നമ്മൾ രണ്ട് ക്വാണ്ടിറ്റീസാണ് എടുക്കുന്നത്. ഒന്ന് വിയും പിന്നെ ഒന്ന് ഐയും. ഇനി ഒരു LR സീരീസ് എ സി സർക്യൂട്ടിൽ നമുക്ക് ഓൾറെഡി അറിയാം, ഫോർ എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് EMF is equal to E0 sin omega t and current I is equal to I0 sin omega t, which implies the phase difference between the voltage and the current is 0. That means the voltage dropping VR across R is same phase with the current. So we represent the current and the voltage drop crossing R VR in a same direction. And for a pure inductive circuit we have E is equal to E0 sin omega t and I is equal to I0 sin omega t minus pi by 2. That is, the voltage dropping across L is leading the current by pi by 2, or the I is lagging the voltage by a amount of pi by 2 എന്ന് പറയും. അപ്പോൾ നമ്മൾ ഐനെ വോൾട്ടേജ് ഡ്രോപ്പിംഗ് അക്രോസ് ഇൻഡക്ടർ VLനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. ഫൈ ഇസ് ദി ഫേസ് ആംഗിൾ ആൻഡ് വി ഹാവ് VR is equal to IR and VL is equal to I into X. X is the inductive reactance, which we already know the value of X, which is equal to L omega. So VL is equal to IL omega. By applying Pythagoras theorem, we can calculate the value of the resultant EMF E. അപ്പോൾ നമുക്ക് hypotenuse is equal to എന്താ എന്ന് കിട്ടും. അതായത് E is equal to root of VR square plus VL square. E is equal to root of VR square plus VL square എന്ന് കിട്ടും. നമ്മൾ ഇവിടെ VRൻ്റെയും VLൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ടുണ്ട്? റൂട്ട് ഓഫ് IR സ്ക്വയർ പ്ലസ് I സ്ക്വയർ L സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഇതിലെല്ലാം I സ്ക്വയർ കോമൺ ആയ ടേമാണ്. അതിനെ പുറത്തെടുക്കുമ്പം I ഇൻറ്റു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് E എന്ന് കിട്ടുന്നത്.
maximum, that is ഈ മാക്സിമം ഐ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും, ഐ മാക്സിമം ആവും, which is represented by E0 equal to I0 root of R square plus L square omega square. I0നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ E0 by I0 is equal to get root of R square plus L square omega square. This value is the impedance, the total reactance or resistance of a LC circuit is known as impedance, which is represented by Z. So we get the value of impedance Z is equal to root of R square plus L square. നമ്മൾ ഈ ഡയഗ്രത്തിൽ നിന്ന് ഒരു കുറച്ച് വാല്യൂസും കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതായത് ടാൻ ഫൈ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, കോസ് ഫൈ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്താം, ടാൻ ഫൈ എന്താണെന്ന് വെച്ചാൽ ടാൻ ഫൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അതായത് വി ആർ ഡിവൈഡഡ് ബൈ വി എൽ വിച്ച് ഈസ് ഈക്വൽ ടു ഐ ആർ ഡിവൈഡഡ് ബൈ ഐ എൽ ഒമേഗ വിച്ച് ഈസ് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, ഇത് വി ആർ അല്ല, വി എൽ ബൈ വി ആർ ആണ് വരുന്നത്. അപ്പം നമ്മൾ ഇക്വേഷൻ തെറ്റും, ഐ എൽ ഒമേഗ ഡിവൈഡഡ് ബൈ ഐ ആർ, ആർ ഐ ഐ ക്യാൻസൽ, വി ഗെറ്റ് ടാൻ ഫൈ ഇസ് ഈക്വൽ ടു എൽ ഒമേഗ ബൈ ആർ, ഓർ ഫൈ ഇസ് ഈക്വൽ ടു tan inverse L omega divided by R. Phase angle, find the value tan inverse L omega divided by R, or L omega എന്ന് പറയുന്നത് x ആണ്, x by R, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് x എന്ന് പറയുന്നത്. നമുക്ക് tan ഫൈൻ്റെ വാല്യൂ കിട്ടി, നമ്മളെ ഇമ്പിഡൻസ് സെഡിൻ്റെ വാല്യൂ കിട്ടി, ഇതാണ് ഇമ്പിഡൻസ്. ഇമ്പിഡൻസിൻ്റെ വാല്യൂ കിട്ടി, ഇമ്പിഡൻസിൻ്റെ വാല്യൂ കിട്ടി, ഫേസ് ആംഗിൾ ടാൻ ഫൈൻ്റെ വാല്യൂ കിട്ടി. നമ്മൾ കോസ് ഫൈ കാണാൻ പോവാണ്. അപ്പോൾ കോസ് ഫൈ ഇസ് ഈക്വൽ ടു വാട്ട്, adjacent side by hypotenuse, അതായത് വി ആർ ഡിവൈഡഡ് ബൈ ഇ എന്നിട്ട് ഹിയർ വി ആർ ഐ ആർ ഡിവൈഡഡ് ബൈ ഇ എന്നാണ് റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ which is I R divided by root of I square R square plus I square L square omega square. I നെ outside എടുക്കുമ്പോൾ I R divided by I into root of R square plus L square omega square. I cancel ചെയ്യാം, cos phi is equal to R divided by root of R square plus L square omega square. ഇതാണ് നമ്മുടെ പവർ ഫാക്ടർ പി. ഇത്രയും വാല്യൂസ് നമുക്ക് ഈ ഒരു ഫേസ് ഡയഗ്രത്തിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് കോസ് ഫൈൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി, അതേപോലെ ഫേസ് ആംഗിൾ ടാൻ ഫൈൻ്റെ വാല്യൂ ടാൻ ഇൻവേഴ്സ് എൽ ഒമേഗ ബൈ ആർ കിട്ടി. പിന്നെ നമുക്ക് ഈ കിട്ടി ഐ ഇൻറ്റു റൂട്ട് ഓഫ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഒമേഗ സ്ക്വയർ. ദെൻ വി ഗെറ്റ് ഇമ്പിഡൻസ് സെഡ്
ഇത്രയും ടേംസ് നമുക്ക് ഈ ഒരൊറ്റ വെക്റ്റർ ഡയഗ്രംസിൽ തന്നെ മെഷർ ചെയ്യാൻ പറ്റും.